ഉണ്ടാവില്ല. ഈ തലവേദന ആൾക്കാർക്ക് ട്രീറ്റ്മെന്റ് എടുക്കാം, ഒരു തലവേദനയല്ലേ എന്ന് പറയും, എന്നിട്ട് അവർ പെയിൻ കില്ലറോ ഡോളോ എന്തെങ്കിലും കഴിക്കും, അപ്പോൾ ആ തലവേദന മാറും. പിന്നെ ഇത് ഫ്രീക്വന്റ് ആയിട്ട് വരുമ്പോൾ അവർ ട്രൈമോൾ എടുക്കുന്നു, അവർ പാരസെറ്റമോൾ എടുക്കുന്നു, മാറുന്നില്ല. അപ്പോൾ പെയിൻ കില്ലറിനോട് റെസ്പോണ്ട് ചെയ്യത്തില്ല, ക്രോണിക് ആകുമ്പോഴത്തേക്ക് റെസ്പോണ്ട് ചെയ്യത്തില്ല. പിന്നെ വീട്ടുകാരുടെ എല്ലാം പീഡനവും, എനിക്ക് എപ്പോഴും വേദനയാണ്, എപ്പോൾ നോക്കിയാലും അങ്ങനെയാണ്. അപ്പോൾ അത് അവരെ കുറച്ച് അപ്സെറ്റ് ആക്കും. അപ്പോൾ അവരുടെ പെയിൻ ത്രഷോൾഡ് കുറച്ച് താഴെയായിരിക്കും. അപ്പോൾ അവർക്ക് കൂടുതൽ പെയിൻ ഫീൽ ചെയ്യും. പക്ഷേ അത് ഉള്ളത് അവർ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നു. പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിയുമ്പോൾ പ്രൊഫൈലാക്സിസ് ഉണ്ട്. ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ മാറാവുന്ന തലവേദനകളേ ഉള്ളൂ. അപ്പോൾ തലവേദനകൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്രൈമറി ഹെഡേക്കും, മറ്റത് സെക്കൻഡറി ഹെഡേക്കും. പ്രൈമറി ഹെഡേക്കിൽ വരുന്നതാണ് നമ്മുടെ മൈഗ്രെയിൻ തലവേദനകളും മസിൽ കൺട്രാക്ഷൻ ഹെഡേക്സും. മസിൽ കൺട്രാക്ഷൻ ഹെഡേക്സ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ ടൈപ്പ് ഹെഡേക്കാണ്. കുറച്ച് സ്ട്രെസ്സൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു ബാൻഡ് ഫീലിംഗ്, അവരിങ്ങനെ ഇവിടെ ബാൻഡ് ഫീലിംഗ്, ഇങ്ങനെ ചുറ്റും ഒരു ബാൻഡ് കെട്ടി വെച്ച പോലെ ഉണ്ട് ഡോക്ടർ എന്നൊക്കെ പറയും. അത് മസിൽ കൺട്രാക്ഷൻ ടെൻഷൻ ടൈപ്പ് ഹെഡേക്കാണ്. പിന്നെ എന്നുള്ളത് മൈഗ്രെയിൻ ഹെഡേക്ക്. ഇത് പ്രൈമറി ഹെഡേക്സ് ആണ്. എന്ന് വെച്ചാൽ കുഴപ്പം പ്രശ്നമല്ല, മരുന്നെടുത്താൽ മാറുന്ന ഹെഡേക്സ്. മൈഗ്രെയിന് ശരിക്കും പ്രോപ്പർ മരുന്നുണ്ടല്ലോ? എത്രയോ പേര് മരുന്ന്. എനിക്കില്ല, ഡോക്ടർ ഓരോന്ന് പറഞ്ഞ് എനിക്ക് അപ്പോൾ മൈഗ്രെയിന് പ്രോപ്പർ മരുന്ന് ട്രീറ്റ്മെന്റ് പ്രൊഫൈലാക്സിസ് ഉണ്ട്. നമ്മൾ കറക്റ്റ് ഡോസിൽ ഓരോ ബോഡിക്ക് പറ്റിയതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊടുത്ത്, ഇപ്പോൾ തടിയുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നതുണ്ട്, ആസ്മയുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിക്കേഷൻസ് ഉണ്ട്, ഉറക്കമില്ലാത്തവർക്ക് പറ്റിയ പ്രൊഫൈലാക്സിസ് ഉണ്ട്. ഇങ്ങനെ പലതരം മെഡിസിൻസ് ഓരോ ബോഡി അനുസരിച്ച് ഞങ്ങളുടെ കയ്യിലുണ്ട്.